ഹായ്, സുഖല്ലേ? നമ്മുടെ പേളിമാനിനെ അറിയില്ലേ? ഏത് ക്യൂട്ട് ബേബി, ക്യൂട്ട് ബേബി. ആ ക്യൂട്ട് ബേബി ഇപ്പൊ എവിടെ അറിയോ? നാസ വരെ ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്നിക്കണമെന്ന് അറിയില്ല, ഇനി വരുമോന്നും അറിയില്ല. അമ്മായിത്തെ ഒരു കമന്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പോസ്റ്റ് ഇട്ടുന്നല്ലേ. എന്താണ് പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സമരം നടക്കുകയാണ്. അപ്പൊ അവിടുത്തെ പോലീസുകാരെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, തടി കേടാകരുത്. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവനേക്കാൾ വലുതൊന്നും അല്ല നിങ്ങൾക്ക് മറ്റേ വേറെ ഒരു സമരം. അതുകൊണ്ട് എളുപ്പം നിങ്ങൾ പെരീക്ക് തിരിച്ചു വരി, നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വലിച്ചിട്ട് ഇംഗ്ലീഷിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതേ മൂപ്പത്തിയേർക്ക് ഓർമ്മയുള്ളൂ. സംഭവന്റെ അയൽവാസിയൊക്കെ തന്നെയാണ് ഈ പേളിമാണി. പക്ഷെ പൊന്നാര അയൽവാസിയെ മാറ്റ പണിക്ക് ഒപ്പിച്ചേണ്ടിയില്ല. കാരണം എന്താ അറിയോ? ഇത്രയും കാലം നിന്നെ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന എന്തുകൊണ്ടാ അറിയോ? നിന്റെ പ്രവൃത്തിയും നിന്റെ സ്വഭാവവും നിന്റെ പെരുമാറ്റവും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. പക്ഷെ ഈ ഒരൊറ്റ സംഗീതാങ്കൽ കൊണ്ട് അടപടലം മൂഞ്ചിയില്ലേ. ഇപ്പൊ എന്താ അവസ്ഥ? ഇനി പഴയ മാലിലൊരു തിരിച്ചു വരവ് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. കാരണം എന്താ അറിയോ? നിന്റെ നിറത്തിന്റെ കളറാണ്, ഏത് ചാണകത്തിന്റെ കളറാണെന്നും പറഞ്ഞിട്ടാണ് ജോല എന്നാണ് പൊക്കിയിരിക്കുന്നത്. ഈ ചാണകം അയക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയക്കോ, അതിലൊന്നും ഇവിടെ തർക്കമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട കളറോ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ അതിനൊക്കെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഫാൾട്ട് എവിടെ പറ്റിയറിയോ? നമ്മുടെ നാടിന് ഒരു ഗുണമില്ലാത്ത ഈ വർഗങ്ങളെ ഒന്ന് പൊക്കി സഹായിക്കാൻ നോക്കിയെന്ന്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1947 ജനിക്കാത്തത് ഭാഗ്യ. അതല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാ മനസ്സലിവുണ്ടാവും. കാരണം അമ്മാരത്തെ യുദ്ധമാണല്ലോ അന്ന് ബ്രിട്ടീഷുകാരായിട്ടും ഈ സംഘികളോടും ഇന്ത്യ നടത്തിയത്. ഇതിനേക്കാ വലിയ പോരാളികളും യുദ്ധവും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യ തിരിച്ചു പിടിച്ചത്. ആ ഇന്ത്യയുടെ തലപ്പത്ത് കയറി ഇരുന്നിട്ടാണ് ഇത്ര അക്രമം ചെയ്യുന്നത്. അതിനെതിരെ ബുദ്ധിയും വിവരമുള്ള സമൂഹം തിരിച്ച് പ്രതികരിച്ചപ്പോ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട കളറ് കാവ്യാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് പച്ചയാണ് എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. എന്താ ചെയ്ത അത് ചെയ്ത നിനക്ക് ക്യൂട്ട് വാരി എറിയാനല്ലേ അറിയോ? ആ ക്യൂട്ട് വാരി എറിഞ്ഞ് അങ്ങനെ ഒരു മൂലക്ക് നിന്നാ പോരെ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സത്യത്തിൽ നമ്മൾ ആരിനും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പൊട്ടന്മാരാണെന്ന് പറഞ്ഞ എല്ലാ ആളുകളും ഈ സമയത്ത്, അതായത് നമ്മുടെ നാടിനൊരു പ്രശ്നം വന്നപ്പോൾ നല്ല പക്വതയോടെ വിവരമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അലൻ ജോൺസ് പെരേരയുടെ പിന്നാലെ നടക്കുന്ന ഒരു പെണ്ണില്ലേ, ഏത് മോന്റെ പിന്നാലെ ഡാൻസൊക്കെ കളിച്ചും കൊണ്ട് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെണ്ണ്. ആ പെണ്ണ് വരെ പോയിക്കുന്നു ഡൽഹിക്ക്. എന്തിനാ? സമരത്തിന്. എന്നിട്ട് അവൾ അവിടെ നിന്നിട്ട് നല്ല പച്ച ഇംഗ്ലീഷിലാണ് അവൾ മാധ്യമങ്ങളോടും മീഡിയകളോടും ഓരോ വാക്കുകളും പറയുന്ന പക്വതയോടെ. എന്തിനാ? നമ്മുടെ ആറാട്ടെണ്ണം പറഞ്ഞേ കേട്ടില്ലേ ഇവളെ കുറിച്ചിട്ട്? 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായവർക്ക് ഒരിക്കലും പിന്നെ മീറ്റ് പരീക്ഷയുടെ വാല്യൂ എന്താണെന്നും വില എന്താണെന്നും അറിയൂല. അതറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതണം. അതറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കിട്ടിയതിനേക്കാൾ പവറായി ആറാട്ടെണ്ണന്റെ ആ വാക്ക്. ആറാട്ടെണ്ണനെ എത്ര ആള് പൊട്ടന്മാരെന്നും പറഞ്ഞു നടന്നു. സത്യത്തിൽ ആറാട്ടെണ്ണനൊക്കെ എത്ര ബുദ്ധിയും വിവരം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ സമയമാണിത്. നമ്മള് ഒരു ബുദ്ധിയും വിവരവും ഇല്ല, കോമാളികളാണെന്ന് പറഞ്ഞവരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് നല്ല പക്വതയോടെ കൂടെ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളൊക്കെ പക്വതയോട് കൂടെയുള്ള മനുഷ്യരാണ്, സ്റ്റാൻഡേർഡ് ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഓലൊക്കെയാണ് നിറത്തിന്റെയും തൊലിയുടെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തേക്കും വന്നത്. മറ്റേ നമ്മളെ ഡോക്ടർ റോബിനില്ലേ, ഏത് പറഞ്ഞുകൊണ്ട് വെറുതെ തൊള്ളട്ടും കൊണ്ടല്ലേ ചങ്ങായി ഓഞ്ഞു ഇറങ്ങിയിരിക്കുന്നു. തൊള്ളട്ടും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ ഒരു മാറ്റവും ഇല്ല ചങ്ങായിക്കൊന്നും. ആരെയും എനിക്കൊക്കെ സത്യത്തിൽ ഇവനൊക്കെ ഇജാതി ഡോക്ടർ ആയതാക്കാറ്. പിന്നെ മറ്റുള്ളവരെ സഹായിച്ചായിരിക്കോ? കാരണം ഒരു ഹൈക്കോട്ടെ ഡോക്ടർ വെച്ചിട്ട് ഇവരൊക്കെ നിലപാട് എന്താ അറിയോ? മകൻ മരിച്ചിട്ടാലും വേണ്ടില്ല, മരിയോളെ കണ്ണീരൊന്നും കണ്ടാൽ മതി. ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് നശിച്ചു പോയാലും വേണ്ടില്ല, മറ്റേ ഇന്ത്യയിലുള്ള ബാക്കി സംഖ്യ അല്ലാത്ത ബാക്കി എല്ലാവരും ഒന്ന് കഷ്ടപ്പെടണം, ഇടങ്ങാറാകണം എന്നുള്ള ചിന്താഗതിക്കാരനാണ്. ഇപ്പോഴും പറയില്ലേ, ഏത് പെട്രോളിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ വിലയോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. ഓല് പറയും ഞാൻ അന്ന് 100 വാങ്ങിയിരുന്നു, ഇപ്പോൾ വെച്ച് 100 കിട്ടുന്നുണ്ട്, എന്ത് വില കൂടിയിരിക്കണേ. ആ ഐറ്റക്കാരോടൊക്കെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടും വിദ്യാഭ്യാസ സമരത്തിനെ കുറിച്ചിട്ടും പറയുന്നവനെ വേണം ആദ്യം തല്ലാന്ന്. ഇപ്പോഴും ഓലെടുത്ത് ചോദിച്ചു നോക്കാം, എന്ത് ഗാന്ധിജി എങ്ങനെയാ മരിച്ചു ചോദിച്ചു നോക്കാം. ഓല് പറയും അത് മറ്റേ റോഡ് ക്രോസ് ചെയ്തപ്പോഴേ ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് അങ്ങോട്ട് മരിച്ചതാണ് അറിയും. അതാണ് ഓല്. എന്നാലും ഓല് ചെയ്തു എന്നുള്ളത് ഓല് പറയില്ല. എന്നാലോ ഓലാണ് രാജ്യസ്നേഹികള്. എന്തായാലും രാജ്യസ്നേഹികളെ രാജിവെച്ചില്ലേ വിദ്യാഭ്യാസ മന്ത്രി, അതാണ് പവർ. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു തിരിച്ചടി കിട്ടുന്ന. കാരണം എന്താ അറിയോ? ഇവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇവർ കാണുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ ഒന്നടങ്കം ഒഴുകി അങ്ങോട്ട് ചെന്നിട്ട് നന്നായി കൊടുത്തു. അപ്പൊ എന്തായി? മറ്റോണ്ട് വന്നു, മൈ ഫ്രണ്ട്
ഓയ് മൈ ഫ്രണ്ട് ഇവിടെ ഉണ്ട് അറിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റാളോട് വന്നിരുന്നു ഇന്നലെ. എന്നിട്ട് എന്താ പറഞ്ഞേ, ഞാൻ നിങ്ങളെ കൂടെ ഒരു പേടിയും പേടിച്ചണ്ടാന്ന്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയണേ ഇൻസ്റ്റയില് ഫോളോവേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഞാൻ ഒഴിവാക്കുന്നു, അങ്ങനത്തെ മുഖ്യമന്ത്രിയെ വേണ്ടാന്ന്. അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞാൽ എന്താ ചെയ്യവല്ലേ, മൊത്തം പിരിച്ചുവിടുക. എന്ത് ജന്മങ്ങൾ, അതേപ്പറ്റി എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാവുക? ഓലടുത്ത് പോയിട്ടാണ് പരീക്ഷയുടെയും എക്സാമിന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ പറയുന്നത്. ആ ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ പേളിയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിൽ ഏതാണ് മന്ദബുദ്ധി, ഏതാണ് പൊട്ടെന്ന് ഒരു പിടുത്തമല്ല. അതായത് ഇവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യതകൾ ഉണ്ടാവും, അതിനൊന്നാണ് പൊക്കി നിർത്തുക. പിന്നെ മെയിനായിട്ട് എത്ര വിദ്യാഭ്യാസം ഉള്ളവൻ്റെ ആയാലും വിവരം ഉള്ളവൻ്റെ ആയാലും ശരി, മതം ശരീരത്തേക്ക് രക്തത്തേക്കാണ്ട് കയറ്റി വിട്ട പിന്നെ എല്ലാവരും കണക്കാ. അതന്നെയാണ് സത്യം. അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഇവര്. എന്നിട്ട് ഇവര് പറയുന്നതോ മറ്റുള്ളവരാണ് മതഭ്രാന്തന്മാരെന്ന്. ഇപ്പോഴും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ എന്താ പറയണത്? പിന്നെ ഇത് ഫുള്ള് ഡ്രാമയാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് അമിത് ഷാ പറഞ്ഞു എന്ത്, ഇത് പാകിസ്ഥാന്റെ സപ്പോർട്ടോടു കൂടി പാകിസ്ഥാന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇവരിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും കാണാം പാകിസ്ഥാനിൽ കണ്ടു കൊടുക്കണം. കാരണം ഇതിലേക്ക് വന്നിട്ടുള്ളത് മുസ്ലിങ്ങളെ പ്രശ്നം തീർക്കാനാണെന്നാ. ഇപ്പോഴും നീറ്റ് എക്സാമിന്റെ പ്രശ്നമല്ല അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിങ്ങളുടെ പ്രശ്നവും മുസ്ലിങ്ങൾക്കെതിരെയായിട്ട്. അതായത് ഇവർക്ക് അറിയാം എന്ത് പറഞ്ഞാലാണ് ജനം ഒതുങ്ങും, ജനം തിരിയും എന്നുള്ളത് അറിയാം. അതിങ്ങനെ നുള്ളി ഇങ്ങനെ സാമ്പാർക്ക് ഇത് പൊടിയിട്ട് കൊടുക്കണ മാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഏതാ പച്ച വർഗീയത അയിമ പിടിച്ച് തൂങ്ങാനും കുറെ ആളുകളുണ്ട്. എന്തായാലും പേളിച്ചേച്ചി നിങ്ങൾക്കുള്ള വയറ് നിറഞ്ഞില്ലേ? മലയാളികൾ തൂക്കേണ്ട ത്രാസ് തന്നെ നിങ്ങളെ തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്ന് ഊരിപ്പോരാ, കുറച്ച് നിങ്ങൾ കണിയും. വലിയ നന്മമരം കളിച്ചതല്ലേ? പോലീസുകാരെ സൂക്ഷിക്കും, പട്ടാളക്കാരെ സൂക്ഷിക്കും, വിദ്യാർത്ഥികളെ നിങ്ങൾ കുടിയേക്ക് പൊയ്ക്കോളി, നിങ്ങൾ അതിനൊന്നും അടങ്ങാറാകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു നന്മമര പോസ്റ്റ് ഇട്ടതാ. ഇപ്പൊ എന്തായി? അങ്ങോട്ട് പോയി ചന്ദ്രനക്ക്. ഇനി അവിടെ ഇരിക്കുക. പോട്ടെ എന്നാ, ശരി, ബായ്.